ചെമ്മാരനെ കൺപാർക്കുന്ന അസുലഭ മുഹൂർത്തമാണ് എൻ്റെ മനം നിറയെ. വാഹനത്തിനുള്ളിൽ ഒരിടത്ത് പാട്ടുകൂട്ടം, മറ്റൊരിടത്ത് നൃത്തം, ചെകിട് തകരുന്ന താളമേളങ്ങൾ, കളിച്ചിരികൾ. ഞാൻ മാത്രം മുളങ്കൂട്ടങ്ങൾക്കിടയിൽ ഏലക്കാപ്പിയുടെ മണം കണ്ണടച്ചാസ്വദിക്കുകയാണ്. മുന്നിൽ ആവി പറക്കുന്ന കാപ്പി നിറഞ്ഞ സ്റ്റീൽ ഗ്ലാസ് നീട്ടി വശ്യമായ ചിരിയോടെ ചെമ്മാരൻ നിൽക്കുന്നു. 10 വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ അവനെ കണ്ടത്. ചെമ്പിച്ച അളകങ്ങൾ കഴുത്തുവരെ പാറിപ്പറന്ന് കിടക്കുന്നു. ചിരി നിറഞ്ഞ കണ്ണുകളായിരുന്നു അവൻ്റെ പ്രത്യേകത. എത്ര മനോഹര നിമിഷമായിരുന്നു അത്! നീള കിലോമീറ്ററുകൾ ദൂരത്തിൽ പരന്നു കിടക്കുന്ന മുളങ്കാടുകളും അവയ്ക്കിടയിൽ ഒരുക്കിയിരിക്കുന്ന വള്ളിക്കുടിലുകളും പൈതൃക ഗോത്ര സംസ്കൃതികളും കണ്ട് അരുവിക്ക് മുകളിലൂടെയുള്ള തൂക്കുപാലവും കടന്ന് നടന്ന് തളർന്ന് ദാഹിച്ചു വലഞ്ഞ് മുളങ്കാടിൻ്റെ ബഹിർഗമന കവാടത്തിലെത്തിയപ്പോഴാണ് ആ ചിരി എന്നെ വരവേറ്റത്. ജന്മജന്മാന്തരങ്ങൾ ചിരപരിചിതർ കണ്ടുമുട്ടിയതുപോലെ കണ്ണുകൾ വിളർത്തി ധവളിമേറും പല്ലുകളിൽ ചിരി കൊരുത്തിയിട്ടങ്ങനെ ആ പയ്യൻ എന്നെ നോക്കി. ഏലക്കാപ്പി എടുക്കട്ടെ എന്നൊരു ചോദ്യം. ആ സ്വരം എൻ്റെ കാതിലേക്കല്ല, ഹൃദയത്തിൻ്റെ അഗാധതകളിലേക്കാണ് താഴ്ന്നു പതിച്ചത്. നടപ്പിൻ്റെ ക്ഷീണത്തിലായിരുന്ന എനിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. ഞാൻ തലയാട്ടി. അവൻ കാപ്പി തയ്യാറാക്കിയ ഓരോ ഘട്ടത്തിലും ഓരോ നോട്ടവും എന്നിലേക്ക് എറിഞ്ഞു. ആ ചിരി ഉതിർക്കുന്ന ഓരോ നോട്ടവും എൻ്റെ നെഞ്ചിൽ ഓരോ കൊളുത്തു വീഴ്ത്തി. അവസാനം കപ്പിൽ നിന്നും കാപ്പി ഗ്ലാസ്സിലേക്ക് പകർന്ന് എൻ്റെ നേരെ വെച്ച് നീട്ടുമ്പോഴും ഒരു ചിരി കൂടി എനിക്ക് പകർന്നു തന്നു. കോളേജിൽ നിന്ന് വന്ന ടൂർ ടീമായിരുന്നു ഞങ്ങൾ. മിസ് ഞങ്ങളോട് ഇരിക്കാൻ ചൂണ്ടിക്കാണിച്ച ഒരു കോർണറിലാണ് ഞാൻ ഇരുന്നത്. അന്നേരം ഞാൻ ഒരു തൂണിൻ്റെ മറവിലായിപ്പോയി. എങ്കിലും കടയുടെ മുന്നിൽ ചായ നീട്ടിയടിക്കുന്ന അവനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ടൂറിസ്റ്റുകൾ ഒരുപാട് പേർ അങ്ങോട്ട് വരുന്നുണ്ട്, പെൺകുട്ടികളും. ഞാൻ സാഗൂതം ശ്രദ്ധിച്ചു. എന്നോടെന്ന പോലെ മറ്റു പെൺകുട്ടികളോട് അവൻ ജന്മജന്മാന്തരങ്ങളിലെ ചിരി പകർന്നു നൽകുന്നുണ്ടോ? ഏയ് ഇല്ല, അവൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവൻ ഇടം കഴുത്ത് തിരിച്ച് കടയ്ക്കുള്ളിലേക്ക് കണ്ണുകളാൽ പരതുന്നുണ്ട്. എന്നെയാണെന്ന് ഞാൻ ഉറച്ചു. ബിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടം വിടും. പിന്നെ ഈ ചെമ്മാരൻ അപ്രത്യക്ഷമാകും. ചെമ്മാരാ, ചായ എന്ന് തലപ്പാവ് കെട്ടിയ നരച്ച നീണ്ട താടിയുള്ള ഒരാൾ ഉറക്കെ പറഞ്ഞത് കേട്ടാണ് ചെമ്മാരൻ എന്ന പേര് പോലും ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഷാളിലെ പിന്നൂരി ഇരുന്നിടത്തെ തൂണിലെ വെള്ള പെയിൻറ്റ് കുത്തിയിളക്കി. ചെമ്മാരാ, എൻ്റെ നമ്പർ 0486229175 എന്ന് കോറിയിട്ടു. ഇറങ്ങിപ്പോരുന്നേരവും അവൻ വിടർന്നു ചിരിച്ചു. അവൻ ചിരിച്ചപ്പോഴൊക്കെയും ഞാനും പ്രതിപ്രവർത്തനം പോലെ തിരികെയും ചിരിച്ചിരുന്നു. കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. അവൻ കഴുത്തിളക്കി അനുമതി തന്നു. നടന്ന് കൺമറയും വരെ ഞാൻ തിരിഞ്ഞു നോക്കി. അവൻ നോക്കിയപടി നിൽപ്പുണ്ടായിരുന്നു. ഹൃദയത്തിൽ ആ കൊളുത്തുവലി എത്രനാൾ എന്നെ ഉടക്കി വലിച്ചിരുന്നു. വീട്ടിലെ ഓരോ ഫോൺ ബെല്ലിലും ചെമ്മാരൻ്റെ സ്വരം ഞാൻ പ്രതീക്ഷിച്ചു. ആരെങ്കിലും ഫോൺ എടുക്കുമ്പോൾ ദാ നിനക്കൊരു ഫോൺ കോൾ എന്ന് പറയുമെന്ന് ഞാൻ മോഹിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങളുടെ യാത്ര ആ മുളങ്കൂട്ടത്തിൻ്റെ അരികെ എത്തും. കാപ്പി കുടിക്കാൻ ആ കട തന്നെ ഞാൻ കണ്ടെത്തും. ഞാൻ ചെമ്മാരനെ കാണും. വായ തോരാതെ സംസാരിക്കും. അവനെ അവിടെ കണ്ടില്ലെങ്കിൽ ഓണറോട് ചോദിക്കും ചെമ്മാരൻ എവിടെയെന്ന്, അഡ്രസ്സ് എന്താണെന്ന്. ഓണറുടെ മുഖച്ഛായ ഉണ്ടായിരുന്നു ചെമ്മാരന്. മകനായിരുന്നിരിക്കാം. ഇപ്പോൾ ഈ യാത്ര ഡോക്ടർ ആശിഷ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ സ്മിതിയോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, എനിക്ക് ചെമ്മാരനെ കണ്ടുപിടിച്ച് തരുമോ എന്ന്. സ്മിതി എനിക്ക് ഉറപ്പ് നൽകിയതാണ്. നമ്മൾ ഈ യാത്രയിൽ ചെമ്മാരനെ കണ്ടെത്തും. വലത്തു നിന്ന് ഇടത്തേക്കും ഇടത്തു നിന്ന് വലത്തേക്കും കപ്പിൽ നിന്ന് കപ്പിലേക്ക് വീശിയടിക്കുന്ന ഏലക്കാപ്പി അന്തരീക്ഷത്തിൽ ഒരു മഴവില്ല് തീർക്കുമ്പോൾ ആ മഴവില്ലിൽ നിന്ന് പൊങ്ങുന്ന ചൂടുള്ള ആവിപ്പുകയുടെ മൂടലിൽ ആ വെണ്മയാർന്ന പല്ലുകൾ ചിരി ഉതിർത്ത് നിൽക്കുന്നു. കാണും, നേരം പുലരട്ടെ.